In this video, we are going to discuss about BCS theory of superconductivity and Josephson effect. So first, let's begin with BCS theory of superconductivity. BCS theory of superconductivity നമ്മൾ 3 പാർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ 3 കീ പോയിൻറ്റ്സ് ആണ് ദ ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ കൂപ്പർ പെയർ അതേപോലെ തന്നെ BCS ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈ 3 കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് BCS theory of superconductivityയിലെ ഫസ്റ്റത്തെ പാർട്ടാണ് ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ. Froelich and Bardeen showed that the electron moving through the lattice distorts the lattice and the lattice in turn acts on its electron by virtue of electrostatic force between them. കാര്യമൊന്നുമില്ല. ഈ ഒരു BCS തിയറിയുടെ ഒരു അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണ് ഒരു ലാറ്റിസിൽ കൂടെ മൂവ് ചെയ്യണം. ഇലക്ട്രോൺ ലാറ്റിസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ആ ലാറ്റിസിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ലാറ്റിസ് വേറൊരു ഇലക്ട്രോൺ കാണുന്നു, അത് ഈ ഒരു ലാറ്റിസിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ്. അതിൽ നമ്മൾ ഈ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണും അവിടെ ആ ലാറ്റിസിനെ ഒരു ഇലക്ട്രോണും അതിനെ ഡിസ്റ്റോർട്ട് ആക്കിയല്ലോ, ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ദ ഓസിലേറ്ററി ഡിസ്റ്റോർഷൻ ഓഫ് ദ ലാറ്റിസ് ഈസ് ക്വാണ്ടൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫോണോൺസ്. ഈ ഒരു ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഫോണോൺസ് വഴി ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോണോൺസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലാറ്റിസ് വൈബ്രേഷൻ ഉണ്ടല്ലോ അത് പറയുന്നത്. ഓക്കെ, so the interaction between lattice and electron is regarded as the constant emission and reabsorption of old phonons. നമ്മൾ ഈ ലാറ്റിസ് വരുന്ന അതിന് ആദ്യം ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഡിസ്റ്റോർട്ടഡ് ആക്കി അതിൽ വേറൊരു ഇലക്ട്രോൺ വന്നിട്ട് അട്രാക്റ്റഡ് ചെയ്യുന്ന ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ഒരു ഇലക്ട്രോൺ ഒരു കോൺസ്റ്റൻറ്റ് എമിഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ഫോണോൺസ് വെച്ചിട്ട് നമ്മൾ ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് എമിഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ഫോണോൺസ് ആണ് നടക്കുന്നത്. ദീസ് ആർ കോൾഡ് വിർച്വൽ ഫോണോൺസ്. Later, Bardeen, Cooper and Schiffer succeeded in showing that the basic interaction responsible for superconductors appears to be that of a pair of electrons by means of interchange of virtual phonon. Bardeen, Cooper and Schiffer, അതാണ് BCS തിയറി എന്ന് പറയുന്നത്. Bardeen, Cooper and Schiffer succeeded in showing that basic interaction സൂപ്പർ കണ്ടക്ടേഴ്സിലുള്ള ഒരു ബേസിക് ഇൻട്രാക്ഷന് കാരണമായിട്ടുള്ള എന്തൊരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. ആ പെയർ ഓഫ് ഇലക്ട്രോണിൽ എന്താണ് നടക്കുന്നത്, ദേ ഇൻ്റർചേഞ്ച് വിർച്വൽ ഫോണോൺ. അങ്ങനെയാണ് ആ രണ്ടും തമ്മിൽ പെയറായിട്ട് ആ ഒരു 2 ഇലക്ട്രോൺ നിൽക്കുന്നത്. ശരിക്കും അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വിർച്വൽ ഇൻട്രാക്ഷൻ അല്ല, ഒരു ഫോണോൺ വഴിയുള്ള ഒരു വിർച്വൽ ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. ഒരു ലാറ്റിസ് വരുന്നു, അവിടെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ആക്കി വേറൊരു ഇലക്ട്രോൺ വന്നിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ഒരു പ്രോസസ്സ്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആൻ ഇലക്ട്രോൺ ഇൻട്രാക്ട്സ് വിത്ത് ദ ലാറ്റിസ് ആൻഡ് ഡിഫോംസ് ഇറ്റ്. സപ്പോസ് അനദർ ഇലക്ട്രോൺ സീസ് ദ deformed lattice and gets attracted. Thus it can be said that the second electron interacts with the first via lattice deformation. അല്ലെങ്കിൽ ഒരു ഫോണോൺ എക്സ്ചേഞ്ച് വഴി ഇത് രണ്ടും തമ്മിൽ എന്താ ഇൻട്രാക്ട് ചെയ്യുന്നു. ആൻഡ് ഇലക്ട്രോൺ ഓഫ് വേവ് വെക്ടർ, നമ്മൾ വേവ് വെക്ടറിൻ്റെ ടേംസിൽ പറയുകയാണ്. ആദ്യം വരുന്ന ഇലക്ട്രോണ് ലാറ്റിസിനെ ഡിഫോം ചെയ്യിക്കാൻ വരുന്ന ഇലക്ട്രോണിൻ്റെ വേവ് വെക്ടർ K1 ആക്കി എടുത്ത് അത് K1 ആണ്. ഇറ്റ് എമിറ്റ്സ് എ വിർച്വൽ ഫോണോൺ ഓഫ് വേവ് വെക്ടർ Q. അതാണ് ഒരു വിർച്വൽ ഫോണോൺ എമിറ്റ് ചെയ്യുന്ന അതിൻ്റെ വേവ് വെക്ടറാണ് Q, വിച്ച് ഈസ് അബ്സോർബ്ഡ് ബൈ ഇലക്ട്രോൺ ഓഫ് അനദർ വേവ് വെക്ടർ K2. വേറൊരു ഇലക്ട്രോൺ അട്രാക്റ്റഡ് ആയി വരുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോണിൻ്റെ വേവ് വെക്ടർ K2 ആക്കിയിട്ട് എടുത്തി. അപ്പോൾ നമ്മൾ K1 വരുന്ന K1 Q എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, K1 മൈനസ് Q ആയിട്ട് മാറും. K2 എന്ന് പറയുന്നത് അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. ഫോണോൺ ഓഫ് വേവ് വെക്ടർ Qനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് K2ൻ്റെ വേവ് വെക്ടർ എന്തായിട്ട് മാറും, K2 പ്ലസ് Q ആയിട്ട് മാറും. അതാണ് അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. K1 വരുന്ന അത് എമിറ്റ് ചെയ്യുന്ന ഒരു ഫോണോണാണ് Q എന്ന് പറയുന്നത്. അത് അബ്സോർബ് ചെയ്യുന്നത് K2. അത് K2 ഡാഷ് ആയിട്ട് പോകുന്നത്, മറ്റേത് K1 ഡാഷ് ആയിട്ട് പോകുന്നത്. ഈ K1 ഡാഷ് എന്ന് പറയുന്നതാണ് K1 മൈനസ് Q. ഇവിടെ K2 ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് K2 പ്ലസ് Q. The fundamental postulates of BCS theory is that the superconductivity occurs when an attraction between two electrons by means of phonon exchange dominate the usual Coulomb interaction. ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് BCS തിയറി എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കുന്നത് എപ്പോഴാണ്, അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോണോൺ ഇൻ്റർചേഞ്ച് വഴിയുള്ള അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതാണ് ഡൊമിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺ തമ്മിലുള്ള കൂളോംബ് ഇൻട്രാക്ഷനെ കാട്ടി ഈ ഫോണോൺ എക്സ്ചേഞ്ച്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഫോണോൺ എക്സ്ചേഞ്ച് വഴി നടക്കുന്ന ഇലക്ട്രോൺസിൻ്റെ പെയറിങ്, ആ ഒരു അട്രാക്ഷനാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് അവിടെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. അവിടെ ഉണ്ടാകുന്ന VE എന്ന് പറയുന്നത് അത് ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി കൂടുതലായിരിക്കണം.
ഇലക്ട്രോൺ ഇൻട്രാക്ഷനെക്കാട്ടി കൂടുതലായിരിക്കും. ഫോണോൺ വഴിയുള്ള ഇലക്ട്രോൺസിൻ്റെ ആ ഒരു പെയറായിരിക്കണം ഡോമിനേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു അട്രാക്ഷൻ ഡോമിനേറ്റ് ചെയ്യണം ഇലക്ട്രോൺ ഇൻട്രാക്ഷനെക്കാട്ടി. ഇനി കൂപ്പർ പെയറാണ്. Cooper showed that there is an attraction between two electrons and they are able to form a bound state. These electrons are paired to form a single system and their motions are correlated and form a Cooper pair. ഈ കൂപ്പർ പെയർ എന്ന് പറയുന്നത് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് കൂപ്പർ പെയർ പറയുന്നത്. കൂപ്പറാണ് ഇത് കൊണ്ടുവന്നത്. അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ്, രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ അവരെന്താണ് ഒരു ബൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു പെയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ കൂപ്പർ പെയർ എന്ന് പറയുന്നത്. പെയറിംഗ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ് ക്യാൻ ബി ബ്രോക്കൺ ഓൺലി ഇഫ് ആൻ എമൗണ്ട് ഓഫ് എനർജി ഈക്വൽ ടു ദ ബൈൻഡിങ് എനർജി ഈസ് അപ്ലൈ ടു ദ സിസ്റ്റം. അതിനെ ബൈൻഡ് ചെയ്യാൻ യൂസ്ഡ് ആയിട്ടുള്ള എത്ര എനർജി ഉണ്ടോ അതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള എനർജി കൊടുത്താൽ നമുക്ക് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വൽ ബോണ്ടിങ് സിസ്റ്റം പോലെ തന്നെ രണ്ട് ഇലക്ട്രോണ് തമ്മിലുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു അത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ബൈൻഡിങ് അതിനെക്കാട്ടി കൂടുതൽ എനർജി കൊടുത്താലേ അത് സെപ്പറേറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും എനർജി ഈക്വലായിട്ട് കൊടുക്കണം. ദ ബൈൻഡിങ് ഈസ് സ്ട്രോങ്ങസ്റ്റ് വെൻ ദ ഇലക്ട്രോൺ ഫോമിങ് ദ പെയർ ഹാവ് ഓപ്പോസിറ്റ് മൊമെൻറ്റ ആൻഡ് സ്പിൻസ്. രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ രണ്ട് ഇലക്ട്രോണിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് എം വി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലസ് എം വിയിലാണ് പോകുന്നത് വിചാരിച്ചോ. വി വെലോസിറ്റിയിൽ ഒരു ഡയറക്ഷനിൽ പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടുത്ത പോകുന്ന ഇലക്ട്രോൺ പോകുന്നതുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് മൊമെൻ്റ് എന്തായിരിക്കും, ഒന്ന് പ്ലസ് എം വി ആണെങ്കിൽ ഒന്ന് മൈനസ് എം വി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒന്ന് സ്പിൻ അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പിൻ ഡൗൺ ആണ്. അങ്ങനത്തെ ഉള്ള കേസിലേക്ക് ഈ ബൈൻഡിങ് എന്തായിരിക്കും, സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും. ടു ഇലക്ട്രോൺ ക്യാൻ ഫോം എ കൂപ്പർ പെയർ ഇഫ് ദേ ഹാവ് ഓൾമോസ്റ്റ് സെയിം എനർജി ഉള്ളത് എന്തായിരിക്കും, കൂപ്പർ പെയർ ഫോം ചെയ്യും. ഈച്ച് ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കൂപ്പർ പെയർ ഈസ് കോൾഡ് മേറ്റ്. രണ്ട് ഇലക്ട്രോൺ നമ്മൾ മേറ്റ് എന്നാണ് വിളിക്കുന്നത്. ദ ഇലക്ട്രോൺ ഓഫ് കൂപ്പർ പെയർ ആർ ക്വാസി സ്റ്റാറ്റിക് ബിക്കോസ് ദേ ആർ സറൗണ്ടഡ് ബൈ ദ ക്ലൗഡ് ഓഫ് ഫോണോൺ ഫീൽഡ്. ക്വാസി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സറൗണ്ടഡ് ബൈ സം ഫീൽഡാണ്. ഇവിടെ ഫോണോണിൻ്റെ ഫീൽഡിലാണ് ഈ രണ്ട് കൂപ്പർ പെയറിലുള്ള ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തായിരിക്കും, ക്വാസി സ്റ്റാറ്റിക് ആയിരിക്കും. ഈ കൂപ്പർ പെയർ എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് ആണ്. ഇനി BCS ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ദ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ഫോംഡ് ബൈ ദ പെയർ ഓഫ് ഇലക്ട്രോൺസ് കോൾഡ് BCS ഗ്രൗണ്ട് സ്റ്റേറ്റ്. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണ് ഈ പെയർസ് കാരണം ഉണ്ടാകുന്ന ഒരു BCS ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദ സെൻട്രൽ ഫീച്ചർ ഓഫ് ദ BCS ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് ദ വൺ ആർ ഓക്യുപ്പൈഡ് ഇൻ പെയർസ്. ഇത് പെയർസിലായിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഓർബിറ്റൽ വിത്ത് സ്പിൻ വെക്ടർ K. ഒന്ന് സ്പിൻ അപ്പും ഒന്ന് സ്പിൻ ഡൗണും ആയിട്ടുള്ള രണ്ട് സ്പിൻ വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ടും ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ സ്പിൻ വെക്ടർ അപ്പ് ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്പിൻ ഡൗൺ ആയിട്ടുള്ള സ്പിൻ വെക്ടർ എന്തായിരിക്കും, ഓക്യുപ്പൈഡ് ആയിരിക്കും. ഇനിയിപ്പോൾ സ്പിൻ അപ്പ് ആയിട്ടുള്ള സ്പിൻ വെക്ടർ വേക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പിൻ ഡൗൺ ആയിട്ടുള്ള സ്പിൻ വെക്ടർ വേക്കൻ്റ് ആയിരിക്കും. ഒന്ന് ഓക്യുപ്പൈഡ് ആണെങ്കിൽ പ്ലസ് K, ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് K ഓക്യുപ്പൈഡ് ആയിരിക്കും. പ്ലസ് K എന്ന് പറയുന്നത് വേക്കൻ്റ് ആണെങ്കിൽ then ഓൾസോ മൈനസ് Kയും വേക്കൻ്റ് ആയിരിക്കും. ഈവൻ അറ്റ് ആബ്സല്യൂട്ട് സീറോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ മൊമെൻറ്റം, എനർജി ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ മൊമെൻറ്റം ഡിസ്ട്രിബ്യൂഷനോ ഓഫ് ഇലക്ട്രോൺസ് ഡസ് നോട്ട് ഷോ എനി ഡിസ്കണ്ടിന്യൂറ്റി. അതിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കില്ല. ആബ്സല്യൂട്ട് സീറോയിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് BCS തിയറിയാണ്. An attractive interaction between the electron can lead to a ground state separated from excited state by an energy gap. ഇലക്ട്രോണിൻ്റെ അട്രാക്ഷൻ എന്തിനാണ് ലീഡ് ചെയ്യുന്നത്, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിനും എക്സൈറ്റഡ് സ്റ്റേറ്റിനും ഇടയ്ക്ക് ഒരു എനർജി ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ എനർജി ഗ്യാപ്പാണ് ക്രിട്ടിക്കൽ ഫീൽഡ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ കോൺസിക്വൻസസ് ഈ എനർജി ഗ്യാപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ദ പെനട്രേഷൻ ഡെപ്ത് ആൻഡ് കൊഹിറൻസ് ലെങ്ത് ആർ കോൺസിക്വൻസ് ഓഫ് BCS തിയറി. BCS തിയറിയുടെ കോൺസിക്വൻസ് ആണ് പെനട്രേഷൻ ഡെപ്തും കൊഹിറൻസ് ലെങ്ത്തും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യണം, അതേ പോയിൻറ്റ്സ് തന്നെയാണ്. ദ ലാറ്റിസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ക്യാൻ ലീഡ് ടു ആൻ എനർജി ഗ്യാപ്പ്. ദ ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ പ്രൊസീഡ്സ് വെൻ ആൻ ഇലക്ട്രോൺ ഇൻട്രാക്ട്സ് വിത്ത് ദ ലാറ്റിസ് ആൻഡ് ഡിഫോംസ് ഇറ്റ്. എ സെക്കൻഡ് ഇലക്ട്രോൺ സീസ് ദ ഡിഫോംഡ് ലാറ്റിസ് ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിഫോർമേഷൻ ടു ലോവർ ഇറ്റ്സ് എനർജി. സെക്കൻഡ് ഇലക്ട്രോൺ എന്തിനാണ് ഈ ഡിഫോംഡ് ലാറ്റിസിനെ അട്രാക്റ്റഡ് ആവുന്നത്, അതിൻ്റെ എനർജി ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റഡ് ആവും. ദ BCS ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇൻവോൾവ്സ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, നമ്മുടെ കൂപ്പർ പെയർ. ദസ് ഫ്ലക്സ് ക്വാണ്ടൈസേഷൻ ഇൻ ടേംസ് ഓഫ് പെയർ ഓഫ് ചാർജ് 2e ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് തിയറി. ഫ്ലക്സ് ക്വാണ്ടൈസേഷൻ നമ്മളിനി പറയുന്നുണ്ട്. ഈ കൂപ്പർ പെയറിൻ്റെ ചാർജ് എന്തായിരിക്കും, 2 ഇലക്ട്രോൺ ഉണ്ട്, ചാർജ് 2e ആയിരിക്കും. ഈ ഫ്ലക്സ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് BCS തിയറിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഇനി സിംഗിൾ പാർട്ടിക്കിൾ ടണലിങ്, നമ്മൾ ജോസഫ്സൺ എഫക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സിംഗിൾ പാർട്ടിക്കിൾ ടണലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു ടോപ്പിക്ക്.
കൺസിഡർ ടു മെറ്റൽസ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. ഒരു മെറ്റൽ നമ്മൾ എടുക്കുന്നു, രണ്ട് മെറ്റൽസ് ഉണ്ട്, എയും ബിയും നമ്മുടെ മെറ്റൽസ് ആണ്. നമ്മളൊരു ഇൻസുലേറ്റർ സി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദി ഇൻസുലേറ്റർ നോർമലി ആക്ട് ആസ് എ ബാരിയർ ടു ദ ഫ്ലോ ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്. എന്ന് ബിക്ക് പോകുന്ന ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ മൂവ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ബാരിയർ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, സി ഇൻസുലേറ്റർ ആക്ട് ചെയ്യുന്നത്. ഇഫ് ദ ബാരിയർ ഈസ് സഫീഷ്യൻ്റ്ലി തിൻ, there is a significant probability that an electron can pass from one metal to the other. This is called a tunneling. ഈ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണെന്നുണ്ടെങ്കിൽ there is a probability that electron pass from one metal to another. ഇതാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. ജോസഫ്സൺ എഫക്റ്റ്, സൂപ്പർ കണ്ടക്ടർ ടണലിംഗ്. ഓക്കെ, അതാണ് ജോസഫ്സൺ എഫക്റ്റ് എന്ന് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. Under suitable conditions, we observe remarkable effects associated with the tunneling of superconducting electron pairs. ഓക്കെ, സൂപ്പർ കണ്ടക്റ്റിംഗ് ഇലക്ട്രോണിലെ ഒരു ടണലിംഗ് അത് പറയുന്നതാണ് ജോസഫ്സൺ എഫക്റ്റ്. ദ എഫക്ട്സ് ഓഫ് ടണലിംഗ് പെയേഴ്സ് ഇൻക്ലൂഡ് ഡി സി ജോസഫ്സൺ എഫക്റ്റ് ആൻഡ് എ സി ജോസഫ്സൺ എഫക്റ്റ്. ഡി സി ജോസഫ്സൺ എഫക്റ്റിൽ ഡി സി കറണ്ട് ഫ്ലോസ് അക്രോസ് ദ ജംഗ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സായി എയും ബിയും എന്ന് പറയുന്നത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സായിട്ട് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എയും ബിയും ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഡി സി കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തിൽ? ഡി സി ജോസഫ്സൺ എഫക്റ്റിൽ. അപ്പോൾ ഒബ്വിയസ്ലി എ സി ജോസഫ്സൺ എഫക്റ്റിൽ അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മളവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എ സി അല്ല, ഡി സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ ജംഗ്ഷൻ കോസസ് ദ ഓസിലേറ്റിംഗ് കറണ്ട് അക്രോസ് ദ ജംഗ്ഷൻ. അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താ, ഡി സി വോൾട്ടേജാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കവിടെ കിട്ടുന്നത് എന്താണ്, ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ടൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് എഫക്റ്റ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ പ്രിസൈസ് ഡിറ്റർമിനേഷൻ ഓഫ് ദ വാല്യൂ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ ഇ. ഇതാണ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ ഇൻ്റെ പ്രിസൈസ് ഡിറ്റർമിനേഷന് നമ്മൾ ഈ ഒരു എഫക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി അത് കാണും. നമ്മുടെ ഡി സി ജോസഫ്സൺ എഫക്റ്റ് എന്താണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഒരു ഡെറിവേഷനാണ്. അതിൽ നമുക്ക് വേണ്ട ടേംസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലെറ്റ് psi1 ബി ദ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ ആൻഡ് psi2 ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓൺ ദ അതർ സൈഡ്. നമ്മൾ പറഞ്ഞു രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഇടയ്ക്ക് തിന്നായിട്ടുള്ളൊരു ഇൻസുലേറ്റർ ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് എ ടു ബിക്ക് ഒരു സൂപ്പർ കണ്ടക്ടറിൽ നിന്ന് അടുത്ത സൂപ്പർ കണ്ടക്ടറിലേക്ക് ടണൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇൻപുട്ടിൽ നമ്മൾ എന്തോ ഒരു ഡി സി വോൾട്ടേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ടൊരു ഡി സി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതാണ് ഡി സി ജോസഫ്സൺ എഫക്റ്റ്. അതിൽ നമ്മൾ ഒരു ഭാഗത്തുള്ള സൂപ്പർ കണ്ടക്ടറിൻ്റെ പെയറിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് psi1ഉം അപ്പുറത്തെ സൈഡിലുള്ള സൂപ്പർ കണ്ടക്ടറിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് psi2 എന്നും എടുക്കുകയാണ്. ഇനി ഈ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സും ഐഡൻറ്റിക്കൽ ആണെന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഫെർദർ മൂവ് ചെയ്യുന്നത്. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എച്ച് കറ്റ് ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് സൈ ആണ്. അപ്പോൾ നമ്മളിവിടെ psi1നും psi2നും ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണം. psi1 എഴുതുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഐ എച്ച് കറ്റ് ഡോ psi1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ടി ഇൻറ്റു psi2. നമ്മൾ എച്ച് സൈ ആളെ കണ്ടത്. ഈ എച്ച് കട്ട് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ effect of electron pair coupling or transfer interaction across the insulator. It is a measure of leakage of psi1 into the region 2 and psi2 into the region 1. ഇതെന്താണ്, ഒരു ട്രാൻസ്ഫർ ഇൻട്രാക്ഷനാണ് ഈ എച്ച് കട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ മെഷർ ഓഫ് ലീക്കേജ്. ഈ psi1 നിന്ന് എത്ര ചാർജസ് എങ്ങോട്ട് പോയി, psi2 റീജിയൻ 2ലേക്ക് പോയിരുന്നു. psi2 വരെ എവിടെയുള്ളത്, റീജിയൻ 2ലുള്ളതാണല്ലേ, അതിൻ്റെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അവിടെ നിന്ന് എത്രത്തോളം ഇലക്ട്രോൺ എങ്ങോട്ട് പോയിരുന്നു, റീജിയൻ 1 അത് എൻ്റെ സൈഡിലേക്ക് പോയി എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു മെഷറിനെയാണ് എച്ച് കട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ട്രാൻസ്ഫർ ഇൻട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തിനുണ്ട്, psi2നുണ്ട്. അതാണ് ഐ എച്ച് കട്ട് ഡോ psi2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ടി psi1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് സൊല്യൂഷൻസ് അസ്യൂം ചെയ്യുകയാണ്. ഈ രണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. psi1 ഈസ് ഈക്വൽ ടു √n1 ഇ റേസ് ടു ഐ തീറ്റ 1ഉം psi2 ഈസ് ഈക്വൽ ടു √n2 ഇ റേസ് ടു ഐ തീറ്റ 2. നമുക്കിപ്പോൾ 4 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഇക്വേഷൻ 1 and 3 എടുക്കുക. ഇപ്പോൾ 3നെ നമ്മൾ 3 ഈക്വൽ ടു എന്താ, psi1 ഈസ് ഈക്വൽ ടു √n1 ഇ റേസ് ടു ഐ തീറ്റ 1 ആണ്. ഇക്വേഷൻ 1ലാണെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ നമുക്കൊരു ഡോ psi1 ഡിവൈഡഡ് ബൈ ഡോ ടി കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 3നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനെ എന്ത് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട്. എച്ച് കട്ട് ഇട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൽ എച്ച് എസ്സിൽ ഡോ psi1 ബൈ ഡോ ടി ഉള്ളൂ. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ 3നെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ എന്ത് കിട്ടും,
ഡോസ് I1 ഡിവൈഡഡ് ബൈ ഡോട്ടി ആണ് LHSൽ. RHSൽ എന്താണ് ചെയിൻ റൂൾ? ഫസ്റ്റ് റൂട്ട് n1 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഇപ്പോൾ സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നമ്മൾ ഇ റേസ് ടു ഐ തീറ്റ 1 അതേപോലെ തന്നെ എടുത്ത് റൂട്ട് n1 ചെയ്താൽ എന്താ റൂട്ട് എക്സിന് ചെയ്താൽ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ 1/2 റൂട്ട് n1 ഇൻറ്റു ഡോ n1 ഡിവൈഡഡ് ബൈ ഡോട്ടി ഇ റേസ് ടു ഐ തീറ്റ 1 പ്ലസ് സെക്കൻഡ് ടേമിന് റൂട്ട് n1 അതേപോലെ തന്നെ നിർത്തി ഇ റേസ് ടു ഐ തീറ്റ 1 ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇ റേസ് ടു ഐ തീറ്റ 1 ഡോ തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡോട്ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇക്വേഷൻ 1നെ ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആർ എച്ച് എസിൽ എന്താ വരിക? ഇക്വേഷൻ 1ൻ്റെ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട് ഇൻറ്റു ടി സൈ 2 എന്ന് കിട്ടും. അപ്പം എച്ച് കട്ട് ക്യാൻസൽ ചെയ്തിട്ട് ടി ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു സൈ 2 എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ആർ എച്ച് എസ് കണ്ട ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ്റെ അതിൽ നമ്മൾ 1/iക്ക് പകരം 1/i ഈസ് ഈക്വൽ ടു -i ആണ് അത് കൊടുക്കുന്നത്. സൈ 2ന് പകരം നമ്മുടെ ഇക്വേഷൻ 4ഉം കൊടുക്കുന്നത്. ഇക്വേഷൻ 4 എന്താ? റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. LHS റിമൈൻസ് ദ സെയിം. ഓക്കെ 1/2 റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 ഡോ n1 ഡിവൈഡഡ് ബൈ ഡോട്ടി പ്ലസ് ഐ റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 ഡോ തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡോട്ടി ഇസ് ഈക്വൽ ടു നമ്മൾ ടി ബൈ ഐനെ -i ടി ഇൻറ്റു സൈ 2ന് പകരം റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 എന്ന് കൊടുത്തു. ഇതേ സിമിലർ കേസാണ് എന്തിൽ വരുന്നത്? ഇക്വേഷൻ 2ഉം 4ഉം കൺസിഡർ ചെയ്യാം. 2ലെ ഇക്വേഷൻ 4നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് ഇക്വേറ്റിംഗ് വിത്ത് ഇക്വേഷൻ 2 അതിൽ ഡോ സൈ 2 ഡിവൈഡഡ് ബൈ ഡോട്ടിനായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സൈ 2 ഡിവൈഡഡ് ബൈ ഡോട്ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 5ലെ n2 ഒക്കെ n1 ആവും, n1 ഒക്കെ n2 ആവും, തീറ്റ 1 തീറ്റ 2 ആവും. അത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സെയിം പ്രൊസീജിയർ തന്നെയാണ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 ഡോ n2 ഡിവൈഡഡ് ബൈ ഡോട്ടി നമ്മുടെ ചെയിൻ റൂൾ വെച്ചുള്ള ഫസ്റ്റ് ഇക്വേഷനാണ്. റൂട്ട് n2ന് ചെയ്തത് പ്ലസ് ഐ റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 ഡോ തീറ്റ 2 ഡിവൈഡഡ് ബൈ ഡോട്ടി ഇസ് ഈക്വൽ ടു -it റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഇക്വേഷൻ 5നെ കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ 5നെ നമ്മൾ റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 5നെ റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 വെച്ച് കഴിയുമ്പോൾ LHSൽ എന്താ ഉള്ളത്? 1/2 റൂട്ട് ഇ റേസ് ടു ഐ തീറ്റ 1 ഡോ n1 ഡിവൈഡഡ് ബൈ ഡോട്ടി ഉണ്ട്. ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? റൂട്ട് n1 ക്യാൻസൽ ആവും. ഇ റേസ് ടു ഐ തീറ്റ 1 ഇൻറ്റു ഇ റേസ് ടു -i തീറ്റ 1 ആവും. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡോ n ഡിവൈഡഡ് ബൈ ഡോട്ടി ഉള്ളൂ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിൽ എന്താവും? റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് n1 ഇൻറ്റു റൂട്ട് n1 ആവും. ഐ അതേപോലെ തന്നെ ഉണ്ട്. ഇ റേസ് ടു ഐ തീറ്റ 1ഉം ഇ റേസ് ടു -i തീറ്റ 1ഉം 1 ആയി പോവും. ബാക്കി ഡോ n1 ഡിവൈഡഡ് ബൈ ഡോട്ടി ഇസ് ഈക്വൽ ടു RHSൽ എന്തുണ്ട്? -it ഇൻറ്റു റൂട്ട് n2 അവിടെ ഉണ്ട്. നമ്മൾ റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 ആയിട്ടാണ് -i തീറ്റ 1 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് n1 n2 ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ ആണ്. ഇവിടെ എന്താ ക്യാൻസൽ ചെയ്ത് പോകണില്ല അല്ലേ? LHSൽ പോലെ ഈ എക്സ്പൊണൻഷ്യൽ ടേം ഇവിടെ ഉണ്ട്. ഇ റേസ് ടു ഐ തീറ്റ 2 മൈനസ് തീറ്റ 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നുമില്ല. ജസ്റ്റ് ഈ തീറ്റ 2 മൈനസ് തീറ്റ 1 പകരം നമ്മൾ ഡെൽറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രേ ചെയ്യുന്നുള്ളൂ. ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് വരും. RHS മാത്രമേ മാറുന്നുള്ളൂ. നമ്മൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ അറിയാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ഇപ്പോൾ ഇവിടെ ഇ റേസ് ടു ഐ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ കോസ് ഡെൽറ്റ പ്ലസ് ഐ സൈൻ ഡെൽറ്റ. അതാണ് ഇക്വേഷൻ 7 എന്ന് പറയുന്നത്. 1/2 ഡോ n1 ഡിവൈഡഡ് ബൈ ഡോട്ടി പ്ലസ് ഐ n1 ഡോ തീറ്റ 1 ഡിവൈഡഡ് ബൈ ഡോട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 7 കിട്ടി. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എന്താണ്? ഫസ്റ്റ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി. സൈ 1 സൈ 2 സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ പ്രോബബിലിറ്റി ആണ്. രണ്ട് സൈഡിലുള്ള സൈ 1 സൈ 2 നമ്മൾ രണ്ട് സൊല്യൂഷൻസ് അസ്യൂം ചെയ്തു. റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1ഉം റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 എന്ന് പറഞ്ഞിട്ട് സൈ 1 സൈ 2നെ അസ്യൂം ചെയ്തു. ഇനി ഈ ഡോ സൈ 1 ഡിവൈഡഡ് ബൈ ഡോട്ടി ഡോ സൈ 2 ഡിവൈഡഡ് ബൈ ഡോട്ടിക്കും രണ്ട് ഇക്വേഷൻ 1 ആൻഡ് 3 കമ്പയർ ചെയ്തിട്ടും ഇക്വേഷൻ 2 ആൻഡ് 4 കമ്പയർ ചെയ്തിട്ടും നമുക്ക് എന്ത് കിട്ടി? അത് ആ രണ്ട് 4 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡോ സൈ 1 ഡിവൈഡഡ് ബൈ ഡോട്ടിക്കുള്ളൊരു ഇക്വേഷനും ഡോ സൈ 2 ഡിവൈഡഡ് ബൈ ഡോട്ടിക്കുള്ളൊരു ഇക്വേഷനും കിട്ടി. ആ ഇക്വേഷനെ ആദ്യത്തെ ഇക്വേഷനെ റൂട്ട് n1 ഇ റേസ് ടു ഐ തീറ്റ 1 വെച്ചിട്ടും രണ്ടാമത്തേനെ റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ പാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ റൂട്ട് n1 ഇ റേസ് ടു -i തീറ്റ 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഇക്വേഷൻ 6 ഉണ്ടല്ലോ, ഇക്വേഷൻ 6നെ നമ്മൾ റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സെയിം പോലെ തന്നെയാണ് നേരത്തെ അതേപോലെ തന്നെ ഫസ്റ്റ് ടേമിൽ ബൈ റൂട്ട് n2 ഇ റേസ് ടു ഐ തീറ്റ 2 പോവും. ബാക്കി എന്താ ഉള്ളത്? രണ്ടാമത്തെ ടേമിൽ റൂട്ട് n2 കൂടെ n2 ആവും. പിന്നെ ഇ റേസ് ടു ഐ തീറ്റ 2 ഇ റേസ് ടു -i തീറ്റ 2 കൂടെ 1 ആയി പോവും. പിന്നെ RHSൽ എന്താ ഉള്ളത്? റൂട്ട് n2 ഇ റേസ് ടു -i തീറ്റ 2 എന്നുള്ള ഒരു ടേം കൂടെ വരും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് in2 ഡോ തീറ്റ2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് IT റൂട്ട് ഓഫ് n1 n2 ഇറേസ് I ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ? തീറ്റ2 മൈനസ് തീറ്റ1 ആണ്. ഇറേസ് I ഡെൽറ്റ. നേരത്തെ കിട്ടി ഇറേസ് I ഡെൽറ്റയാണ്. ഇപ്പോൾ ഇറേസ് I ഡെൽറ്റ കിട്ടാൻ കാരണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഇറേസ് തീറ്റ2 വെച്ചിട്ടാണ്. നമ്മളെ പവറിൽ കിട്ടുന്നത് തീറ്റ2 മൈനസ് തീറ്റ1 മൈനസ് തീറ്റ2 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് തീറ്റ2 മൈനസ് തീറ്റ1 ആണ്. അപ്പോൾ അത് മൈനസ് ഡെൽറ്റ. ഇനി ഡെൽറ്റ മൈനസ് തീറ്റയാണെന്നുണ്ടെങ്കിൽ എന്താ എക്സ്പാൻഷൻ വരുന്നത്? കോസ് ഡെൽറ്റ മൈനസ് I സൈൻ ഡെൽറ്റയാണ്. അപ്പോൾ 1/2 ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് in2 ഡോ തീറ്റ2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് IT റൂട്ട് n1 n2 കോസ് ഡെൽറ്റ മൈനസ് I സൈൻ ഡെൽറ്റ. നമ്മൾ ഇക്വേഷൻ 7ഉം 8ഉം എഴുതി വെച്ചിരിക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 7 മാത്രം കൺസിഡർ ചെയ്യുക. അതിൻ്റെ RHSൽ ഏതാണ് റിയൽ ഏതാണ് ഇമാജിനറി? നമ്മളായിരിക്കും ഫസ്റ്റ് I ഉള്ള ടേം I സൈൻ തീറ്റ വരുന്ന ടേമാണ് ഇമാജിനറി അല്ല. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ആദ്യത്തെ ടേം എന്തായിരിക്കും? മൈനസ് IT റൂട്ട് n1 n2 കോസ് ഡെൽറ്റയാണ്. രണ്ടാമത്തെ ടേം മൈനസ് I ഇൻറ്റു I എന്ന് പറയുമ്പോൾ I -1 ആണ്. ഒരു മൈനസ് കൂടി വരും, അപ്പോൾ അവിടെ പ്ലസ് ആവും. അപ്പോൾ T റൂട്ട് n1 n2 സൈൻ ഡെൽറ്റ. അതാണ് അവിടുത്തെ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ടാണ് -T n1 n2 കോസ് ഡെൽറ്റ. ഇത് അപ്പുറത്തെ സൈഡിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ LHSൽ ഏതാണ് ഇപ്പോൾ റിയൽ പാർട്ടായിട്ടുള്ളത്? 1/2 ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? T റൂട്ട് n1 n2 സൈൻ ഡെൽറ്റ. 2നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 2T റൂട്ട് n1 n2 സൈൻ ഡെൽറ്റ. ഇത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിട്ടോ. അപ്പോൾ കമ്പയർ ചെയ്യാൻ പെട്ടെന്ന് കിട്ടും. ഇനി ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി, അതാണ് നമ്മൾ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതെന്താ കിട്ടുക? രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് -T റൂട്ട് n2 ഡിവൈഡഡ് ബൈ റൂട്ട് n1 ബൈ നമുക്കവിടെ ഡിനോമിനേറ്ററിൽ ടേം വരാൻ കാരണം നമ്മുടെ RHSൽ അല്ല LHSലുള്ള അതിൻ്റെ ടേം ഏതാണ്? n1 ഡോ തീറ്റ1 ഡിവൈഡഡ് ബൈ ഡോ ടി. ആ n1 വെച്ചിട്ട് ഇപ്പുറത്തുള്ള ടേമിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് റൂട്ട് n1 വരുന്നത്. അപ്പുറത്ത് റൂട്ട് n1 n2 വരുന്നുണ്ട്. ആ മേലത്തെ ഒരു n1ഉം താഴത്തെ റൂട്ട് n1 കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് റൂട്ട് n2 ഡിവൈഡഡ് ബൈ n1 വരുന്നത് ഇൻറ്റു കോസ് ഡെൽറ്റ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇക്വേഷൻ 7ലെ ഇമാജിനറി ആൻഡ് റിയൽ പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സിമിലർ കേസ് തന്നെയാണ് ഇക്വേഷൻ 8ലും വരുന്നത്. അവിടെ ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് -2T റൂട്ട് n1 n2 സൈൻ ഡെൽറ്റ എന്നും ഡോ തീറ്റ2 ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് -T റൂട്ട് n1 ഡിവൈഡഡ് ബൈ n2 കോസ് ഡെൽറ്റ എന്നും കിട്ടും. ഇനി ഇതിന്ന് രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടി നോക്കുക. എൻ്റെ RHS കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒരു മൈനസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മൈനസ് ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടി ആണ്. ആൻഡ് നമ്മൾ തീറ്റേൻ്റെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഡോ തീറ്റ1 ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സെയിം ആയിരിക്കും. രണ്ടും മൈനസ് തന്നെയാണ് വരുന്നത്, രണ്ടും സെയിം ആണ്. ഇസ് ഈക്വൽ ടു ഡോ തീറ്റ2 ഡിവൈഡഡ് ബൈ ഡോ ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ ബൈ ഡോ ടി ഓഫ് തീറ്റ2 മൈനസ് തീറ്റ1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. The current flows through the junction is proportional to dou n1 divided by dou t or മൈനസ് ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി. നമ്മളിപ്പോൾ എന്തിനെ പറ്റിയാണ് പറയണത്? ജോസഫ്സൺ എഫക്റ്റ് അല്ലേ? അല്ല, നമ്മൾ രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വന്നതേ ഉള്ളൂ. നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഇതെന്ന് പറയുന്നത് രണ്ട് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു ടണലിങ്, അവിടെ ആ ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ട് നമ്മളൊരു നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് DC വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നത് ഒരു DC കറണ്ടാണ്. ആ കറണ്ട് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചാൽ ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ ടി, അല്ലെങ്കിൽ അത് ഈക്വലാണ് എന്തിനും ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ ടിക്ക്. ഇതിന് രണ്ടിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. സൂപ്പർ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് എന്താ? അവിടെ ഉണ്ടാകുന്ന ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുണ്ടാകുന്ന സൂപ്പർ കറണ്ടിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനുള്ളൊരു എക്സ്പ്രഷനാണ്. നമ്മൾ ഡെൽറ്റ വെച്ചിട്ട് പറയുന്ന എക്സ്പ്രഷനാണ്. ഡെൽറ്റ പറയുന്നത് തീറ്റ2 മൈനസ് തീറ്റ1, അത് വെച്ച് കിട്ടുന്ന എക്സ്പ്രഷനാണ് J = J0 സൈൻ ഡെൽറ്റ. വേറെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ2 മൈനസ് തീറ്റ1. ഇനി J0 ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ട്രാൻസ്ഫർ ഇൻട്രാക്ഷൻ T. ട്രാൻസ്ഫർ ഇൻട്രാക്ഷൻ Tക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന J0 എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ഫർ ഇൻട്രാക്ഷൻ T എന്തായിരുന്നു? അവിടെ ഉണ്ടാകുന്ന ലീക്കേജ് ആണ്. Psi 2 റീജിയൻ 1ലേക്കും Psi 1 ആണെന്നുണ്ടെങ്കിൽ റീജിയൻ
സൈ 1 നിന്ന് റീജിയൻ 2ലേക്കും സൈ 2 നിന്ന് റീജിയൻ 1ലേക്കും ഉണ്ടാകുന്ന ഒരു കറണ്ടിൻ്റെ ലീക്കേജ്, ആ ലീക്കേജിന് പ്രൊപ്പോർഷണലായിരിക്കും J0 എന്ന് പറയുന്നത്. ഇനി കറണ്ട് J0 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 0 വോൾട്ടേജാണ് ജംഗ്ഷനിന് പാസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് DC സോഴ്സാണ്. അവിടെ കൊടുക്കുന്ന വോൾട്ടേജ് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് J0 എന്ന് പറയുന്നത്. അതായത് വിത്ത് നോ അപ്ലൈഡ് വോൾട്ടേജ് DC വോൾട്ടേജ് വിൽ ഫ്ലോ അക്രോസ് ദ ജംഗ്ഷൻ വിത്ത് എ വാല്യൂ ബിറ്റ്വീൻ J0 ആൻഡ് -J0. അവിടെ എന്തായിരിക്കും, ഒരു കറണ്ട് ഉണ്ടായിരിക്കും. അതാണ് J0 അല്ലെങ്കിൽ -J0 വാല്യൂ ആയിട്ട് ഉണ്ടായിരിക്കാം, നമ്മൾ ഒരു വോൾട്ടേജും കൊടുത്തിട്ടില്ലെങ്കിലും. ഇതെന്തിന് അനുസരിച്ചിട്ട് J0 ആണോ -J0 ആണോ എന്ന് പറയുന്നത് ആ ഫേസ് ഡിഫറൻസാണ്. θ2 - θ1 അല്ലെങ്കിൽ θ1 - θ2 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അതാണ് -J0. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ജെന്ന് കറണ്ട് ഡെൻസിറ്റി, ജെക്കുള്ള എക്സ്പ്രഷനാണ് ജോസഫ്സൺ എഫക്റ്റിൽ J0 സൈൻ ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് എപ്പോഴും θ2 - θ1. നമ്മളൊരു വോൾട്ടേജും എക്സ്റ്റേണൽ വോൾട്ടേജും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ട്, ഒരു കറണ്ട് ഉണ്ട്. ഇനി AC ജോസഫ്സൺ എഫക്റ്റ് ആണ്. AC ജോസഫ്സൺ എഫക്റ്റിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ്, എക്സ്റ്റേണലി നമ്മൾ ആ ഒരു രണ്ട് സൂപ്പർ കണ്ടക്ടർ പെയറിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ത് വോൾട്ടേജാണ്, DC വോൾട്ടേജ് തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ്, ആ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ഒരു ഓസിലേറ്റിംഗ് കറണ്ടാണ്, അത് അല്ലെങ്കിൽ AC കറണ്ടാണ്. അതാണ് AC ജോസഫ്സൺ എഫക്റ്റ്. ലെറ്റ് എ DC വോൾട്ടേജ് VB applied across a junction. An electron pair experience a potential energy difference QV on passing across the junction, where Q is equal to -2E. നമ്മൾ ഇലക്ട്രോൺ പെയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് QV ആണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ രണ്ട് സൈഡിലും എന്തായിരിക്കും, ഒരു സൈഡിൽ -EV ആയിരിക്കും. E ആണ് ചാർജിൻ്റെ ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഒരു സൈഡിൽ -EV, അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും, -EV ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, +EV, ഒരു സ്ഥലത്ത് -EV. ഇക്വേഷൻ ഓഫ് മോഷൻ നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതണം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് എന്താ, IH കട്ട് ഡോ Ψ1 ഡിവൈഡഡ് ബൈ ഡോ T ഈസ് ഈക്വൽ ടു H കട്ട് T Ψ2. ഇത്രയും വരെ ആയിരുന്നു എന്ത് വരേണ്ടിയിരുന്നത്, ഒരു DC ജോസഫ്സൺ എഫക്റ്റിൽ ഇവിടെ എന്ത് വരുന്നു, ഒരു പൊട്ടൻഷ്യൽ എനർജി കൂടെ എക്സ്ട്രാ വരുന്ന, ആ ഒരു ടേം കൂടി എക്സ്ട്രാ വരുന്നതാണ് -EV Ψ1. ഇനി ഇവിടെ T എന്ന് പറയുന്നത്, H കട്ട് T എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇൻട്രാക്ഷൻ തന്നെയാണ്. ഇനി IH കട്ട് ഡോ Ψ2 ഡിവൈഡഡ് ബൈ ഡോ T എന്ന് പറയുന്നത് എന്താ, IT. ഇവിടെ ആകെ രണ്ടാമത്തെ ഇക്വേഷനിൽ മാറ്റം വരുന്നത് Ψ1 ഒക്കെ Ψ2 ആവും, Ψ2 ഒക്കെ Ψ1 ആവും. അപ്പോൾ H കട്ട് T Ψ1 പ്ലസ് EV Ψ2 ആയിരിക്കും. ഒന്ന് +EV ഉള്ള പെയറും ഒന്ന് -EV ഉള്ള പെയറുമാണ്. പൊട്ടൻഷ്യൽ എനർജി +EV -EV വരുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ടേം ഒന്നിൽ പ്ലസ് ഒന്നിൽ മൈനസ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ സൊല്യൂഷൻസ് അസ്യൂം ചെയ്യുന്നത് Ψ1 is equal to √n1 e⁻⁻⁴ Ψ2 എന്ന് പറയുന്നത് √n2 e⁻⁻². ആണ്. സിമിലർലി നമ്മൾ ഇക്വേഷൻ 1 and 3 എടുക്കുന്നു, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഏത് പാർട്ട് നമ്മൾ ഡോ Ψ1 ഡിവൈഡഡ് ബൈ ഡോ T കണ്ടുപിടിക്കുന്നു, അത് നമ്മൾ ഇക്വേഷൻ 1 ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കിട്ടുന്ന എന്താ, ഡോ Ψ1 ഡിവൈഡഡ് ബൈ ഡോ T ഈസ് ഈക്വൽ ടു 1/2 √n1 e⁻⁻⁴ ഡോ n1 ഡിവൈഡഡ് ബൈ ഡോ T പ്ലസ് i√n1 e⁻⁻⁴ ഡോ θ1 ഡിവൈഡഡ് ബൈ ഡോ T ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1 IH കട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. RHSൽ LHSലും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡോ Ψ1 ബൈ ഡോ T ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക, T ഡിവൈഡഡ് ബൈ I. അതിന് നമ്മൾ -IT എന്ന് എഴുതി, √n2 e⁻⁻⁴ അത് Ψ2 പകരം കൊടുത്തതാണ്. പ്ലസ് ആ പ്ലസ് വരാൻ കാരണം എന്താ, നമ്മൾ ഇക്വേഷൻ 1 മൈനസ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഡിവൈഡഡ് ബൈ IH കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ H കട്ട് താഴെ നിൽക്കുന്ന, താഴെ ഡിനോമിനേറ്ററിലുള്ള I മോളിൽ പോകണം. ഡിനോമിനേറ്ററിലുള്ള 1/I എന്നുള്ളത് മോളിൽ പോകുമ്പോൾ എന്തായിരിക്കും, ന്യൂമറേറ്ററിൽ പോകുമ്പോൾ -I വരും. ആ രണ്ട് മൈനസ് കൂടി ക്യാൻസൽ ചെയ്തിട്ടാണ് പ്ലസ് ആയി വന്നത്. ഇനി Ψ1 പകരം √n1 e⁻⁻⁴ എന്ന് കൊടുത്തു. സിമിലർ കേസിൽ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇക്വേഷൻ 2 and 4 യൂസ് ചെയ്തിട്ട് ഡോ Ψ2 ഡിവൈഡഡ് ബൈ ഡോ T കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഡിവൈഡഡ് ബൈ 2 √n2 e⁻⁻⁴ ഡോ n2 ഡിവൈഡഡ് ബൈ ഡോ T പ്ലസ് i√n2 e⁻⁻⁴ ഡോ θ2 ഡിവൈഡഡ് ബൈ ഡോ T ഈസ് ഈക്വൽ ടു RHSൽ വരുന്നത് -IT √n1 e⁻⁻⁴. ഇവിടെ മൈനസ് ആണ് വരുന്നത്. നമ്മുടെ ഇക്വേഷൻ 2 അവിടെ പ്ലസ് ആണ്, ബൈ I മോളിക്ക് വരുമ്പോൾ -II -IEV ഡിവൈഡഡ് ബൈ H കട്ട് √n2 e⁻⁻⁴. ഇക്വേഷൻ 1 നമ്മൾ നേരത്തെ പോലെ തന്നെ ഇക്വേഷൻ 1 നമ്മൾ √n1 e⁻⁻⁴ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ 6 നമ്മൾ √n2 e⁻⁻⁴ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഇത്രയും തോന്നുന്ന സ്റ്റെപ്പ് കാണുന്നുണ്ടെങ്കിലും ആകെ മാറ്റം വരുന്നത് ഡെൽറ്റ മാറ്റുന്നു,
അത്രേ മാറ്റം വരുന്നുള്ളൂ. ബാക്കി RHS LHS എല്ലാ ടേമും സെയിം ആയിരിക്കും. ആകെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമേ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ ഡോസ് I1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഡോ N1 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് IN1 ഡോ θ1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് IT റൂട്ട് N1 N2 ഇ റേസ് ടു I ഇൻറ്റു θ2 മൈനസ് θ1. ആ θ2 മൈനസ് θ1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലസ് IEV ഡിവൈഡഡ് ബൈ H കട്ട് N1. അതിൽ നമ്മൾ θ2 മൈനസ് θ1 പകരം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെൽറ്റ കൊടുക്കുന്നു. ഇ റേസ് ടു I ഡെൽറ്റ വരും. ഇ റേസ് ടു I ഡെൽറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത് കോസ് ഡെൽറ്റ പ്ലസ് I സൈൻ ഡെൽറ്റ എന്ന് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ 7-ലെത്തി. സിമിലർലി നമ്മൾ ഈ കിടക്കുന്ന ഇക്വേഷൻ 6-നെ നമ്മൾ എന്താണ് റൂട്ട് N2 ഇ റേസ് ടു മൈനസ് I θ2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് LHSൽ എന്തുണ്ട് ഡോസ് I2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡോ N2 ഡിവൈഡഡ് ബൈ ഡോ ടി പ്ലസ് IN2 ഡോ θ2 ഡിവൈഡഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് IT റൂട്ട് N1 N2 ഇ റേസ് ടു മൈനസ് I ഡെൽറ്റ മൈനസ് IV ഡിവൈഡഡ് ബൈ N2 ഇ റേസ് ടു മൈനസ് I θ ആകുമ്പോൾ കോസ് θ മൈനസ് I സൈൻ θ. അപ്പോൾ ഇ റേസ് ടു മൈനസ് I ഡെൽറ്റ ആവുന്നതുകൊണ്ട് കോസ് ഡെൽറ്റ മൈനസ് I സൈൻ ഡെൽറ്റ. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 7 ഉണ്ട് 8 ഉണ്ട്. ഇതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ജസ്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ലൈനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇക്വേഷൻ ഓഫ് മോഷൻസ് എഴുതുന്ന 2 പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെയും എന്നിട്ട് നമ്മൾ 2 സൊല്യൂഷൻസ് അസ്യൂം ചെയ്യുന്നത് Ψ1 ആൻഡ് Ψ2. അതിൽ ഡോസ് I1 ബൈ ഡോ ടിയും ഡോസ് I2 ഡിവൈഡഡ് ബൈ ഡോ ടിക്കുള്ള 2 എക്സ്പ്രഷന് ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ശേഷം കണ്ടുപിടിച്ച് വെച്ച ആ ഇക്വേഷന് നമ്മൾ ആദ്യത്തെ ഇക്വേഷനെ റൂട്ട് N1 ഇ റേസ് ടു മൈനസ് I θ1 വെച്ചിട്ടും രണ്ടാമത്തെ ഇക്വേഷനെ റൂട്ട് N2 ഇ റേസ് ടു മൈനസ് I θ2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫർദറായിട്ടൊരു അത്രയും റെഡ്യൂസ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ടേംസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഇക്വേഷൻസ് കിട്ടി നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ 7 ആൻഡ് 8 ഒന്നുകൂടെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോ N1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 2T റൂട്ട് N1 N2 സൈൻ ഡെൽറ്റ ഡോ θ1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് T റൂട്ട് N1 ഡിവൈഡഡ് ബൈ റൂട്ട് N2 കോസ് ഡെൽറ്റ പ്ലസ് EV ഡിവൈഡഡ് ബൈ H കട്ട്. ഇക്വേഷൻ 7 നിന്ന് കിട്ടുന്നതാണ്. ഇക്വേഷൻ 8 റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡോ N2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് 2T റൂട്ട് N1 N2 സൈൻ ഡെൽറ്റ ഡോ θ2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് T റൂട്ട് N1 ഡിവൈഡഡ് ബൈ N2 കോസ് ഡെൽറ്റ മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡോ N1 ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് ഡോ N2 ഡിവൈഡഡ് ബൈ ഡോ ടി ആണ്. ഈ തീറ്റേൻ്റെ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഡയറക്റ്റ് മൈനസ് ചെയ്ത് കട്ട് ചെയ്ത് പോകില്ലല്ലേ ഒരു 2 സൈഡും. അപ്പോൾ നമ്മൾ ഡോ θ2 ഡിവൈഡഡ് ബൈ ഡോ ടി മൈനസ് ഡോ θ1 ഡിവൈഡഡ് ബൈ ഡോ ടി കണ്ടുപിടിക്കുകയാണ്. 2 ഇക്വേഷനും മൈനസ് ചെയ്യാണ്. ഓക്കെ, ഈ തീറ്റയിൽ വരുന്ന 2 ഇക്വേഷൻസ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ ഒരു സൈഡിൽ ഡോ θ2 ഡിവൈഡഡ് ബൈ ഡോ ടി മൈനസ് ഡോ θ1 ഡിവൈഡഡ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് T റൂട്ട് N1 ഡിവൈഡഡ് ബൈ N2 കോസ് ഡെൽറ്റ മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട് മൈനസ് അടുത്തതിൻ്റെ മൈനസ് T റൂട്ട് N1 ഡിവൈഡഡ് ബൈ N2 കോസ് ഡെൽറ്റ മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട്. അവിടെ ഒരു മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട് വരും. മറ്റേ ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്ത് പോവുക, 2 സെയിം ആണ്. രണ്ടാമത്തെ ടേം അവിടെ ഉണ്ടാവും മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട് മൈനസ് EV ഡിവൈഡഡ് ബൈ H കട്ട്. അപ്പോൾ നമുക്ക് മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട് എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഡോ N1 ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ N2 ഡിവൈഡഡ് ബൈ ഡോ ടി ആൻഡ് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കിട്ടിയ ഡോ ബൈ ഡോ ടി ഓഫ് θ2 മൈനസ് θ1 ഇസ് ഈക്വൽ ടു മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട്. θ2 മൈനസ് θ1 എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. അപ്പോൾ ഡോ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട് എന്ന് കിട്ടും. ഇനി നമ്മൾ ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെൽറ്റയുടെ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താ ഡെൽറ്റ 0 മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട് ഇൻറ്റു ടി ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഇനി ഇവിടെ നമ്മൾ സൂപ്പർ കറണ്ട് ജെയ്ക്കുള്ള എക്സ്പ്രഷൻ എഴുതുന്നത് നമ്മൾ DC ജോസഫ്സൺ എഫക്റ്റിൽ J = J0 സൈൻ ഡെൽറ്റ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഡെൽറ്റയ്ക്ക് പകരം എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു ഡെൽറ്റ 0 മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട് ഇൻറ്റു ടി ആണ്. അതിവിടെ കൊടുക്കുക. അപ്പോൾ J = J0 സൈൻ ഡെൽറ്റ ഓഫ് 0 മൈനസ് 2 EV ഡിവൈഡഡ് ബൈ H കട്ട് ഇൻറ്റു ടി ആയിരിക്കും കിട്ടുക. ഇനി ഇത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താണ് ഓസിലേറ്റിംഗ് കറണ്ട് ആണെന്ന് പറഞ്ഞു. ഈ ഓസിലേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു 2 EV ഡിവൈഡഡ് ബൈ H കട്ടാണ്. ഈ ഫ്രീക്വൻസിയിലാണ് കറണ്ട് ഓസിലേറ്റ് ചെയ്യുന്നത്. With this is the AC Josephson effect. Equation 10 says that a photon of energy h cut omega
is equal to 2 ev is emitted or absorbed when an electron pair crosses the barrier. ഇലക്ട്രോൺ പെയർ ആ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുക അബ്സോർബ് ചെയ്യുക ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും h ഒമേഗ ഈക്വൽ ടു 2ev ആയിരിക്കും. ബൈ മെഷറിങ് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഇക്വേഷൻ 10 നിന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഒമേഗയും വിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, E/h കിട്ടും. ഓക്കെ, E/h പ്രിസൈസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പോസ്റ്റ്ലേറ്റിൽ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ EV/h വാല്യൂ പ്രിസൈസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് പറ്റും, ഈ AC ജോസഫ്സൺ എഫക്റ്റിൽ വെച്ച് പറ്റും. ബൈ മെഷറിങ് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ വെരി പ്രിസൈസ് വാല്യൂ E/h. താങ്ക് യു.